കർത്താവിൽ പ്രിയരെ, നമ്മൾ ഇന്ന് ഭാരത്തോടെയും സങ്കടത്തോടെയും കൂടിയായിരിക്കുന്നു. നമ്മുടെ ഉത്കണ്ഠകളും ഭാരങ്ങളും പ്രയാസങ്ങളുമെല്ലാം ഒരു നിമിഷം നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ച് നമുക്ക് അവനോട് നമ്മുടെ ഭാരത്തിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഒക്കെയുള്ള വിടുതലിനായി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സർവശക്തനും കരുണാനിധിയുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അസ്വസ്ഥമായ ഹൃദയത്തോടും ഭാരപ്പെട്ട മനസ്സോടും ഞാൻ നിൻ്റെ അരികിലായിരിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളും നാളെയെക്കുറിച്ച് ഉത്കണ്ഠകളും എനിക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം എന്നെ ഭയപ്പെടുത്തുകയും തളർത്തുകയും ചെയ്യുന്നു. കർത്താവേ, ഭാരപ്പെടുന്നവരും കഷ്ടപ്പെടുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന അങ്ങയുടെ വാഗ്ദാനത്തിൽ ഞാൻ അഭയം തേടുന്നു. സർവശക്തനായ ദൈവമേ, എൻ്റെ ഉള്ളിലെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഭീരുത്വത്തിൻ്റെ എല്ലാ ആത്മാക്കളെയും അങ്ങയുടെ നാമത്തിൽ ഞാൻ തള്ളിക്കളയുന്നു. ഭയത്തിന് പകരം അങ്ങയുടെ ശക്തിയും സ്നേഹവും സുബോധവും എന്നിൽ നിറയ്ക്കണമേ. ഞാൻ തനിച്ചല്ലെന്നും എനിക്കായി കരുതുന്ന ഒരു ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം എൻ്റെ ആത്മാവിന് നൽകണമേ. ദൈവമേ, അങ്ങ് എൻ്റെ കോട്ടയും ഉറപ്പുള്ള ഗോപുരവുമാകുന്നു. കൊടുങ്കാറ്റുകൾക്കിടയിലും ശാന്തമായിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ചിന്തകളെ അങ്ങയുടെ വചനത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. അങ്ങ് എന്നെപ്പറ്റി വിചാരിക്കുന്ന വിചാരങ്ങൾ ദോഷത്തിനല്ല ഗുണത്തിനായുള്ളതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമേ, എൻ്റെ കുടുംബം, ജോലി, ആരോഗ്യം, ഭാവി എന്നിവയെ ഞാൻ അങ്ങയുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ചിറയിൻ കീഴിൽ എനിക്ക് സുരക്ഷിതത്വം നൽകണമേ. അന്ധകാരം നിറഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോഴും നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണമേ. സകല ബുദ്ധിയെയും അതിശയിപ്പിക്കുന്ന ദൈവസമാധാനം എൻ്റെ ഹൃദയത്തെയും ചിന്തകളെയും കാത്തുകൊള്ളണമേ. അങ്ങയുടെ സാന്നിധ്യം എന്നെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സങ്കീർത്തന വായന. സങ്കീർത്തനങ്ങൾ 91. ദൈവമേ, നിൻ്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവൽ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിക്കാനില്ല. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലത് നിന്നോട് അടുത്ത് വരികയില്ല. നിന്നെ കണ്ടുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവേ, നീ എൻ്റെ സങ്കേതമാകുന്നു. നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെ ഇരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എൻ്റെ രക്ഷ അവന് കാണിച്ചു കൊടുക്കും. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറഖുമോർ. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്നാണല്ലോ. നമ്മളിപ്പോൾ ഈ നിമിഷം ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ഏൽപ്പിച്ച എല്ലാവിധ ഭാരങ്ങളും പ്രയാസങ്ങളും അവനത് നമ്മളിൽ നിന്ന് എടുത്തു മാറ്റിയെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ വചനം കേട്ട ഓരോരുത്തരെയും യഹോവയായ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാം നമുക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ കേട്ടുത്തരം വരലുമാറാകണമേ. ആമേൻ.